അപ്പൊ നമ്മള് ഇറച്ചിയിൽ മസാലയും ഉപ്പും പുരട്ടി വെച്ചായിരുന്നു. സോ വെൽക്കം ബാക്ക് ടു സാൻഫോർഡ് ട്രീറ്റ്. ഇനി എന്താ ചെയ്യുന്നത്? വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പോവാം. സ്റ്റൂ ആകുമ്പോൾ കുറെ വെജിറ്റബിൾസ് വേണം. സവോള അല്ല ഇത്. ദിസ് ഇസ് വൈറ്റ് ഓണിയൻ. സോ വൈറ്റ് ഓണിയൻ ഇസ് എ വെജിറ്റബിൾ. നാട്ടിലാണെങ്കിൽ സവോള ഒരു വെജിറ്റബിൾ അല്ല, ഗ്രേവി ഉണ്ടാക്കണ ഒരു സാധനമാണ് അല്ലേ? കറക്റ്റ് അല്ലേ? ഇത് ക്യാരറ്റ് കഴുകിയതാണ്, ഓർഗാനിക് ക്യാരറ്റ്. ഇതിനെ നമ്മൾ പീൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ സവാള അരിഞ്ഞാൽ അതേ വലുപ്പത്തിന് ക്യാരറ്റിനും കൂടെ അരിയണം. അപ്പോഴല്ലേ എല്ലാ വെജിറ്റബിൾസ് ഒന്നിച്ച് കുക്ക് ആവത്തുള്ളൂ. കറക്റ്റ് അല്ലേ? ശരിയാണ്. ഇതെന്താണ്? ഇഞ്ചി. അപ്പൊ ഇഞ്ചി ചോപ്പ് ചെയ്തു. എന്തൊരു ഭംഗിയായിട്ട് അതൊക്കെ അരിയുന്നത്. നമ്മൾ എന്ത് ചെയ്താലും നല്ല മനസ്സോടെയും നല്ല ഭംഗിയായിട്ട് നമ്മളും ഒരുങ്ങിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ഭംഗിയായിരിക്കും. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 8 years. 8 വർഷമായി. This is chopped parsley. This is some chopped coriander. അതായത് സ്റ്റൂ റെഡി ആയതിനു ശേഷം ഇടാൻ വേണ്ടിയാണ്. ഇതൊക്കെ ഇപ്പോഴേ ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മസാല പിടിച്ചോട്ടെ, കുറച്ച് ഉപ്പ് പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ലാമിന് വെച്ചിരിക്കില്ലേ? അതെ. അപ്പൊ ഇത് നമ്മൾ കുറച്ചു നേരം പിടിപ്പിക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കുകയാണ്. യെസ്. ചോപ്പ് പാർസ്ലി, ചോപ്പ് കൊറിയാണ്ടർ. ഫൈൻ. ഓക്കേ. ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ. കുറച്ച് പ്രൂൺസ് വാങ്ങിച്ചായിരുന്നു. പ്രൂൺസ്, കുറച്ച് ഏപ്രിക്കോട്ട് ഡ്രൈ. ഇത് രണ്ടും ഇവിടെ ഉണ്ട് ഒരു ബോളില്. ഇത് സ്റ്റൂവിന്റെ കൂടെ തന്നെ ലാസ്റ്റ് ഇടും, ഇറച്ചി വെന്തതിന് ശേഷം. അപ്പൊ ഇതൊന്ന് സോഫ്റ്റ് ആയിക്കോളും. സോ വാട്ട് വി ഗോയിങ് ടു ഡു ഈസ്, ഞാൻ എണ്ണയ്ക്ക് പകരം നെയ്യ് ആണ് ചൂടാക്കാൻ പോകുന്നത്. വേറൊരു കാര്യം ചെയ്യാനുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളത്തിൽ ഞാൻ കുറച്ച് ഷർബത്ത് ഉണ്ടാക്കാൻ പോകും. ഷർബത്ത്. ഇതെന്താണ്? കർക്കഡൻ. കർക്കഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കിയാൽ പറയും? റോസ് പോലെ പുളിപ്പുള്ള ഒരു സാധനമാണ് റോസ് കളർ. റോസ് പെറ്റൽ ഉണങ്ങിയത് അല്ലേ? അപ്പൊ അതിന് ഞാൻ ഈ വെള്ളത്തിൽ ഇടുവാണ്. എന്നിട്ട് ഈ വെള്ളം തേയില പോലെ ചൂടാക്കാൻ വേണ്ടി വെക്കും. ഒന്നുകിൽ ചൂടെടുത്ത് ഇടാം. പക്ഷെ ടെലിവിഷൻ ഷോ ആയതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇവിടെ ക്യാമറ അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ ഇതിനെ വെള്ളത്തിനകത്ത് ഞാൻ ഇടുവാണ്. ഇതായിട്ടുള്ള സർബത്തായിരിക്കും നമ്മൾ ഇന്ന് കുടിക്കാൻ പോകുന്നത്. അത് ഇത് ബോയിൽ ചെയ്ത് ഇതിൽ പഞ്ചസാര ഇട്ട് കുക്ക് ചെയ്തതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ഈ പൈൻ സീഡ്സ് ഇടും. ഇതിനെ അറബിൽ പറയുന്നത് അറിയാം? ഞാൻ പറഞ്ഞുതരാം. സനോബാർ ഇടും. ഓക്കെ. അപ്പൊ ഇതിനെ ഞാൻ അടുപ്പിലേക്ക് വെക്കാൻ പോവാണ്. അതിൽ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് ഇതിനെ ഒരു ഷർബത്താക്കി മാറ്റും. പിന്നെ നമ്മൾ ഐസ് ഇട്ടിട്ട് സനോബാർ ഇട്ടിട്ട് കഴിക്കും. അപ്പൊ ഇന്നത്തെ ഷർബത്ത് അതാണ്. പിന്നെ നമ്മളിപ്പം ഇറച്ചിയുടെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. സ്റ്റൂ ഉണ്ടാക്കിയതിനു ശേഷം കുറച്ചു നേരം കുക്ക് ചെയ്തതിനു ശേഷം ഇതിനെ നമ്മൾ ഈ താജീൻ പോട്ടിലേക്ക് ആക്കും. എന്നിട്ട് തീന്റെ മേളിൽ വെക്കും, ഗ്യാസിന്റെ മേളിൽ. ഇവരുടെ വീട്ടിൽ ഓവൺ ഇല്ലാതെ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ഓവൺ ഇല്ലാത്തോണ്ട് ഓവൺ ഇവിടെ എവിടെയെങ്കിലും കാണും, പക്ഷെ ഫ്രണ്ട് ഇവിടെ ഇല്ലല്ലോ. കീപ് വാച്ചിങ്. ഐ എം ഗോയിങ് ടു ദ ഹോട്ട് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ബാക്കിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സംസാരിക്കാതെ ചെയ്തായിരുന്നു അല്ലേ? ക്യാമറ സൗകര്യം കാരണമാണ് അങ്ങനെ ചെയ്തത്. സോ നമ്മൾ എന്ത് ചെയ്തു? കുക്ക് ചെയ്തു. എന്തോ കുക്ക് ചെയ്തു? താജീൻ. അതിനുവേണ്ടി അത് ഓവണൊന്നും ഇല്ലാതെ കുക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഗീ തിളപ്പിച്ചു. ഗീ തിളപ്പിച്ചപ്പോൾ അതിലേക്ക് എന്തിട്ടു? ഇറച്ചിട്ട് മൂപ്പിച്ചു. 2-3 ബാച്ച് കൊണ്ട് അത് മൊത്തം കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തു. അതെ. ഓക്കെ. ഒന്ന് സിയർ ചെയ്തെടുത്തു. അതിനുശേഷം ആ ബാലൻസ് അതിനകത്തോട്ട് തന്നെ നമ്മൾ എന്തോ ഇട്ടു? വെജിറ്റബിൾസ് ഇട്ടു. ഇഞ്ചി ഇട്ടു. തിരിച്ച് ഇറച്ചി ഇട്ടു. വെള്ളം ഒഴിച്ചു. അടപ്പൊഴിച്ച്
അടപ്പ് വെച്ച് അടച്ചു വെച്ചു. ഇടയ്ക്കൊന്ന് തുറന്ന് ഉപ്പിട്ടു, വീണ്ടും അടച്ചു. നല്ല മണം വരുന്നില്ലേ? നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ നല്ല മണങ്ങൾ വരും. ഇടയ്ക്കിടയ്ക്ക് പെർഫ്യൂം മാത്രം ഇട്ടാ പോരാ, നല്ല അരോമാറ്റിക് ഡിഷസ് കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ യുവർ ഹൗസ് വിൽ സ്മെൽ റിയലി വാം ആൻഡ് ലൈക്ക് റമദാൻ. റംസാൻ സമയത്ത് നോമ്പ് തുറക്കി കൊടുക്കാവുന്ന നല്ലൊരു ശർബത്തുണ്ട്, കർക്കടി ശർബത്താണ് ഞാനിപ്പം ഇവിടെ ഉണ്ടാക്കിയത്. നിങ്ങൾ അത് ഉണ്ടാക്കുന്നതും കണ്ടു കാണും. നല്ല നിറം, ഈ ഇതളുകളെല്ലാം കൂടെ തിക്കായിട്ട് അതിനകത്ത് നിന്ന് വെള്ളം കളർ മാറി അല്ലേ, വെരി നൈസ്. പിന്നെ അതിനകത്ത് സനോബാർ, നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന സനോബാർ, അതായത് പൈൻ സീഡ്സ്. സ്മെല് ചെയ്ത് നോക്കട്ടെ ഷെഫ്. ഇത് സ്മെല് ധാരാളം ചെയ്തു. നമ്മളൊരു ചുക്കിന്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. പക്ഷെ കുറച്ച് പുളിപ്പിനായിട്ട്, പുളിപ്പിന് ഓൾറെഡി ഉണ്ട്, പക്ഷെ കുറച്ച് പുളിപ്പിനായിട്ട് നാരങ്ങാ വെള്ളം കൂടെ ഒഴിക്കുന്നു. ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് മധുരം പിടിപ്പിച്ചായിരുന്നു. ഇനി കുറച്ച് നാരങ്ങാ ജ്യൂസ് കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബി അമേസിംഗ്. നൗ വി ഹാവ് ടു കൂൾ ഇറ്റ്. ഓക്കെ, ഇതിപ്പോ ചൂടല്ലേ, ഇതിനെ തണുപ്പിക്കാനായിട്ട് നമ്മള് ഇതിലേക്ക് ഒഴിക്കും. ഓയിൽ ഒഴിക്കും. കൊള്ളാം, നല്ല കളറ്, ഭയങ്കര ടെംപ്റ്റിംഗ് കളറാണ്. അമേസിംഗ് അല്ലേ? അമേസിംഗ്. എനിക്ക് ഒന്നായിട്ട് എടുത്ത് കുടിക്കാൻ തോന്നുന്നു. കുടിക്കുന്നതിന് മുമ്പേ ഇത് തണുപ്പിക്കാൻ മറക്കല്ല. ഇത് ഇവിടെ വെച്ചേക്കാം. നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് ഒരു സാലഡ് ഉണ്ടാക്കാം. സാലഡ് ഇതെന്താണ്? അവോക്കാഡോ ഒരു ഫ്രൂട്ട് ആണോ? യെസ്, ഇറ്റ്സ് എ ഫ്രൂട്ട്. ഇറ്റ്സ് എ ഫ്രൂട്ട്. ഒരു വെജിറ്റബിൾ ആണോ? It's not a vegetable, it's a fruit. Okay. It's actually a fruit. അങ്ങനെ മൊറോക്കൻ ലാംബ് സ്റ്റൂ റെഡി ആയി. നമുക്ക് ഗസ്റ്റ് അറിഞ്ഞല്ലോ കജിന്റെ അകത്ത് ഉണ്ടാക്കിയാണ് അല്ലെന്നുള്ളത് അല്ലേ? അതെ. ഞങ്ങളുടെ വേണമെങ്കിൽ കുറച്ച് നേരം എങ്ങനെ എടുത്ത് അടുപ്പിൽ വെക്കി ചൂടാക്കി കൊടുക്കാം പാത്രത്തോടെ. അപ്പൊ അവർ വിചാരിക്കും ഇതിനകത്ത് തന്നെ ആയിരുന്നു അല്ലേ? ശരിക്കും അത് തന്നെ. ഒരുപാട് മനുഷ്യരെ ഫുഡാക്കുന്ന പരിപാടിയാണെങ്കിലും they will be impressed. Right? Yes. It's all about food, right? Okay. ഞാനിത് ഇങ്ങോട്ട് കജിന്റെ പാത്രത്തിലാക്കുവാണ്. എന്നിട്ട് ഞാൻ അടുപ്പിൽ ഇതിനെ അടപ്പടച്ച് വെക്കാം. അടുപ്പിൽ തീ കുറച്ച് വെക്കാം. ശരി. Why don't you do something? You go get ready. Okay. To receive your friend. Okay. Okay? Okay. You get ready and make the dining table also ready. Okay. I will bring the tajin, bread, avocado salad, okay, and karkadan sharbat. Okay. All right, chef. Please. All right. See you. See you. അപ്പം എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ഷെഫ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ? ശരിക്കും എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ തന്നെ അടിപൊളിയായിട്ട് അലങ്കരിച്ച ഭക്ഷണം, അടിപൊളിയായിട്ട് രുചിയായി ഉണ്ടാക്കിയ ഭക്ഷണം. ഇതൊന്ന് തുറന്നു നോക്കിയേ തജിൻ. അതിന് ആ ചട്ടുകം വെളിയെടുത്ത്, ചട്ടുകലല്ലോ ചവി, കൊള്ളാമോ? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ഇത് വഴി അല്പം ഒന്നുകൂടെ കുടിച്ച് ഫ്രഷ് ആയിക്കോളും. എന്താ സാധനം? കുടിക്കൂ. ഓക്കെ, കൊള്ളാമോ? വെരി ഗുഡ്. പിള്ള മനസ്സിൽ കളങ്കമില്ല. ഞാൻ പോട്ടെ ഷെഫ്. പോയി.
ഒരുവിധം സർപ്രൈസ് മനസ്സിലായില്ലേ? ഒരുവിധമൊക്കെ ഐഡിയ വന്നല്ലേ? വരും. അമ്പിളിയുടെ വീടിന് നമ്മള് ഒന്ന് എന്താ പറയുക ധന്യമാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട്. സോ വെരി ഗുഡ്. എങ്ങനെയുണ്ട് ഷോപ്പിംഗ് ഒക്കെ? നാട്ടിൽ പോകാൻ സമയമായില്ലേ? ഓക്കെ, എല്ലാ മലയാളിക്കും നാട്ടിൽ പോകാൻ സമയമായി. വേറൊന്നുമല്ല, വെക്കേഷനായി പിള്ളേരുടെ സ്കൂളിൽ, അതിനുകൊണ്ട് പറഞ്ഞതാ. ആഹാ, ഇത് കണ്ട, ഇതുപോലെ ഒരു പാത്രത്തിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാ നേരത്തെ? ഇതാണ് മൊറോക്കൻ തജീൻ. തജീൻ ഉണ്ടാക്കുന്ന പാത്രമാണിത്. 1 2 3 ഗോ. ഇത്രയും വലിയ സർപ്രൈസ് ഫ്രണ്ട് തരുമെന്ന് വിചാരിച്ചായിരുന്നോ? ഇല്ല. എന്തോ ഒരു എന്നോട് ചോദിച്ചു വന്നപ്പോ തന്നെ നീ എന്തോ ഒപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു നീ വാ, അതൊക്കെ ഞാൻ പറയാമെന്ന്. മീഡിയ വണ്ണിലെ ഒരു രസകരമായ പ്രോഗ്രാമാണ് സാൻഫോർഡ് ട്രീറ്റ്. അത് നാട്ടിലെവിടെയാണ്? കോഴിക്കോട്. അതെ, രണ്ടുപേരും ഒരേ കോളേജിൽ പഠിച്ചു, ഒരേ സിറ്റിയിൽ നിന്ന് വരുന്നു. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഹസ്ബൻഡിന്റെ പേര് അഖിലേഷ്. ഇവിടെ വർക്ക് ചെയ്യുന്നു MBC ചാനൽ അല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, പുള്ളിക്കാർത്തി നിങ്ങൾക്കൊരു ട്രീറ്റ് തന്ന സ്ഥിതിക്ക് പുള്ളിക്കാർത്തിക്ക് ഒരു സമ്മാനം കൊടുക്കണ്ടേ? സാൻഫോർഡിന്റെ വക ഒരു കോഫി മേക്കർ. ഓക്കെ ഓക്കെ, ഉറക്കം വരുമ്പോ ഒരു കോഫി കുടിക്കാം. കട്ടൻ കാപ്പി ഇടാനായിട്ട് മലയാളിക്ക് എപ്പോഴും ഇഷ്ടമാണ്. കട്ടൻ കാപ്പി ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു സ്പൂൺ നെയ്യും കൂടെ ഇട്ടിട്ട് ഒന്ന് വീശി അടിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കട്ടൻ കാപ്പി. വിത്ത് ദിസ് മെസ്സേജ് ഐ ആം ലീവിംഗ് ദം. Let them celebrate their friendship. Okay, bye kids. Bye bye. Bye friend. Bye. Bye. പ്രേക്ഷകരെ, നിങ്ങളെടുത്തും ഞാൻ ബൈ പറയാണ്. ഇന്ന് ബൈ പറഞ്ഞാലേ നാളെ വന്നിട്ട് വെൽക്കം പറയാൻ പറ്റുള്ളൂ. So I am going to go, but keep watching Sanford Treat because it is not finished. Bye.